ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വീട്ടിലെങ്ങനെ കണ്ടൻസ് മിൽക്ക് ഇല്ലാണ്ട് സേമിയ പായസം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ഒരുപാട് ചാനലിൽ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ സേമിയ പായസത്തിൽ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്, എപ്പോഴും നമ്മൾ വീട്ടിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാണ്ട സമയത്തും നമുക്കെങ്ങനെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് പാല് ാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലെടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ സ്റ്റവിൽ വെക്കുക. എന്നിട്ട് വെള്ളം പാല് നല്ല തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പാലും തിളച്ച് വന്നതിന് ശേഷം നമ്മൾ 100 ഗ്രാം സേമിയയാണ് ഞാൻ ഇടുന്നത്. ഒരു പാക്കറ്റ് പാലിലേക്ക് 100 ഗ്രാം സേമിയയാണ് ഇടുന്നത്. ഇനി സേമിയ നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് നല്ല വേവട്ടെ കേട്ടോ. നല്ല വെന്തതിന് ശേഷം അതിലോട്ട് 2 സ്പൂണ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടിയിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ ഇതിലേക്ക് സേമിയ വെന്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 സ്പൂണ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കട്ടയില്ലാതെ അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കണ്ടൻസ് മിൽക്കിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ മൈദപ്പൊടി. കട്ടിക്ക് അനുസരിച്ചിട്ട് നമ്മൾക്ക് എടുക്കാവുന്നതാണ്. ഒരു പാക്കറ്റ് പാലിലേക്ക് 2 സ്പൂണ് കറക്റ്റായിട്ടത് കിട്ടും. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി നമുക്ക് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. അതിനുശേഷം ഏലക്ക എടുത്തിട്ടുണ്ട്. ആ ഏലക്ക നമ്മൾ പഞ്ചസാര കൂട്ടി പൊടിച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് 1 സ്പൂൺ നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്ത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കാത്ത പായസം എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.